അടിമാലി ദേവിയാർ പുഴയിൽ മാലിന്യം അടിഞ്ഞുകൂടി വെള്ളത്തിന്റെ സുഗമമായ ഒഴുക്ക് തടസ്സപ്പെട്ടു. അടിമാലി ഗ്രാമപഞ്ചായത്തിലെ 16, 17 വാർഡുകളെ ബന്ധിപ്പിക്കുന്ന ചുറ്റിയാമ്പടി മൂകാംബിക നഗർ പാലത്തിന്റെ തൂണുകളിലാണ് ഒഴുകി വന്ന ഇല്ലിക്കഷ്ണങ്ങൾ തടഞ്ഞ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയത്. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ നീക്കുന്ന നടപടികളും ആരംഭിച്ചു. അടിമാലി ഗ്രാമപഞ്ചായത്തിലെ 16, 17 വാർഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് ചുറ്റിയാപ്പടി മൂകാംബിക നഗർ പാലം. ഈ പാലത്തിന്റെ തൂണുകളിലാണ് രാവിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അടക്കം അടിഞ്ഞുകൂടി പുഴയുടെ സുഗമമായ ഒഴുക്കിനെ തടസ്സപ്പെടുത്തിയത്. നിരവധി പ്ലാസ്റ്റിക് മാലിന്യങ്ങളും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാംസമാലിന്യങ്ങളും തുണികളുമാണ് പാലത്തിന്റെ തൂണുകളിൽ തങ്ങി നിന്നത്. തുടർന്ന് മെമ്പർമാരായ ഷേർലി ജോസഫ്, ജോസ്ന ജോസ് എന്നിവരുടെ നേതൃത്വത്തിൽ മാലിന്യങ്ങൾ മാറ്റുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. ദേവിയാർ തോട് കഴിഞ്ഞ ദിവസം വളരെ മനോഹരമായിട്ട് ക്ലീൻ ചെയ്ത് വളരെ വൃത്തിയായിട്ട് തോടിന്റെ 2 സൈഡിലും മണ്ണെടുത്തു മാറ്റി വളരെ ആഴത്തിൽ തന്നെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തു വെച്ച തോടിന്റെ അവസ്ഥയാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഈ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളെല്ലാം ഇവിടെ കെട്ടിക്കിടന്ന് സുഗമമായിട്ട് ജലം ഒഴുകി പോകാൻ പറ്റാത്ത രീതിയിലേക്ക് വളരെ മോശമായ ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. നമ്മളെല്ലാ വീടുകളിൽ നിന്നും ഹരിതകർമ്മസേനാംഗങ്ങൾ പ്ലാസ്റ്റിക് ശേഖരിക്കുന്നുണ്ട്. കുപ്പികൾ ഉൾപ്പെടെ, ചില്ലുകൾ ഉൾപ്പെടെ, ബാഗ്, ചെരുപ്പ് എന്ന് വേണ്ട ഒരു വീട്ടിലേക്കുള്ള എല്ലാവിധ സാധനങ്ങളും, ഫുഡ് വേസ്റ്റ് ഒഴികെ ബാക്കി എല്ലാ സാധനങ്ങളും ഹരിതകർമ്മസേനാംഗങ്ങൾ വീട്ടിൽ വന്ന് എടുത്തുകൊണ്ട് പോകുമ്പോൾ ഇത്തരത്തില്, അതുപോലെ തന്നെ നമ്മൾ സ്ഥാപനങ്ങളിൽ നിന്നും എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഇത്തരത്തിൽ ഇങ്ങനെ തോട്ടിലേക്ക് മലിനമായ വസ്തുക്കൾ, അതായത് എല്ലാ സാധനങ്ങളും തന്റെ വീട്ടിൽ ആവശ്യമില്ലാത്ത സാധനമെല്ലാം പുഴയിലേക്ക് വലിച്ചെറിയുന്ന ആ ശീലം ഒഴിവാക്കിയില്ലെങ്കിൽ കർശനമായ നടപടി അടിമാലി ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ഉണ്ടാവുന്നതായിരിക്കും. ശക്തമായ മഴയെ തുടർന്ന് പുഴയിലൂടെ ഒഴുകിയെത്തിയ ഇല്ലിക്കഷ്ണങ്ങളാണ് പാലത്തിന്റെ തൂണുകളിൽ തടഞ്ഞുനിന്ന് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടാൻ കാരണമായത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ടൗണിന് സമീപമുള്ള ഓടകളിലും തോടുകളിലുമുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. തോടുകളിലേക്ക് മലിനജലം ഒഴുക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നടപടികൾ സ്വീകരിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് തോട്ടിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയത്. തോട്ടിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, അടിമാലി.